ഈ വർഷത്തെ ഞങ്ങളുടെ വിഷു ഞങ്ങളുടെ സുഹൃത്തുക്കളായ രാജേഷിൻ്റെയും ദീപയുടെയും വീട്ടിൽ ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ആഘോഷിച്ചു. നല്ല ഭംഗിയുള്ള വിഷുക്കണിയൊക്കെ ദീപ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ മിക്ക കുട്ടികൾക്കും ഈ വിഷുക്കണിയൊക്കെ ആദ്യത്തെ അനുഭവമാണ് കേട്ടോ. വിഷുക്കണി മാത്രമല്ല, എല്ലാവർക്കും ഒരേപോലെ വിഷു കൈനീട്ടവും അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ചെറിയ കുട്ടി മുതൽ മുതിർന്ന ആളുകൾക്ക് വരെ രാജേഷ് ചേട്ടൻ കൈനീട്ടം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ ഭയങ്കര ത്രിൽഡായിരുന്നു. എന്തായാലും ഈ വിഷുവിൻ്റെ എക്സ്പീരിയൻസ് അവരൊരിക്കലും മറക്കില്ല. കൈനീട്ടം കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഈ കോയിൻസ് അടങ്ങിയ ബാഗ് മൊത്തത്തിൽ താഴെ വീണ് പോയിട്ടോ. അത് കൂട്ടി വാരി പറക്കുന്ന സീനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമുക്കെല്ലാവർക്കും രാജേഷ് ചേട്ടനൊരു വലിയേട്ടനെ പോലെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ ഈ കൈനീട്ടം തന്നപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ വിഭവസമൃദ്ധമായ ഒരു സദ്യയായിരുന്നു ഈ വിഷുവിൻ്റെ ഹൈലൈറ്റ്. സദ്യ ഉണ്ടാക്കിയത് രാജേഷ് ചേട്ടനും ദീപയും കൂടിയാണ് കേട്ടോ. തലേദിവസം രാത്രി വരെ ദീപയ്ക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഇവരിതൊക്കെ പ്രിപ്പയർ ചെയ്തത്. പിന്നെ എല്ലാ സദ്യയിലും ഉണ്ടാവും ഇതുപോലെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫോട്ടോയും വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഇതുപോലെ വന്ന് പായസം ഉണ്ടാക്കുന്നിടത്തൊക്കെ ഇളക്കി നിൽക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് അല്ലേ. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ അതുപോലുള്ള ഫ്രണ്ട്സിനെ ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് മെൻഷൻ ചെയ്യണേ. പിന്നെ വേറെ ഒന്നുമില്ലെങ്കിൽ ഇതുപോലെ ഫോട്ടോയും വീഡിയോയും മുഖ്യമാണല്ലോ അല്ലേ. സദ്യ കെങ്കേമായിരുന്നു കേട്ടോ. എല്ലാ കൂട്ടം വിഭവങ്ങളും ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഹൈലൈറ്റ് മാമ്പഴ പുളിശ്ശേരി ആയിരുന്നു. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാടമാങ്ങ കൊണ്ടുണ്ടാക്കിയ പുളിശ്ശേരി ആയിരുന്നു കേട്ടോ. ഇത് ഞങ്ങളുടെ ആലിയക്കുട്ടി. പുള്ളിക്കാരത്തി സദ്യയിലും താല്പര്യമില്ല, പപ്പടത്തിലാണ് ഇൻട്രസ്റ്റ്. ഒരു വശത്ത് സദ്യ പൊടി പൊടിക്കുമ്പോഴും മറുവശത്ത് കെങ്കേമായിട്ട് മറ്റ് കലാപരിപാടികളും അരങ്ങേറുന്നുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ ഒഴിച്ചുകൂടാനാവാത്തൊരു ഐറ്റമാണല്ലോ. പക്ഷേ ചിക്കനും ബീഫൊന്നും ഇല്ലാതെ അവയിൽ കൂട്ടിയിട്ടുള്ള ഇത്തരം കലാപരിപാടി ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു. വിശന്ന് വയറ് തിത്തിത്തേ പാടുന്നതുകൊണ്ട് പിന്നെ ഇനി ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കൊന്നും ആർക്കും മുഖം കൊടുക്കാൻ നേരം ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവർക്കും നല്ലോണം വിശന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന വീഡിയോയ്ക്കൊന്നും വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഈ വർഷത്തെ വിഷു കെങ്കേമമായി ആഘോഷിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ.